ചരിത്രവും സൗന്ദര്യവും ദുരന്തവും ഒരുപോലെ വിളിച്ചു പറയുന്ന ധനുഷ്കോടി, ഇന്ത്യാസ് സൗത്ത് ഈസ്റ്റ് ടിപ്പ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാടു. 1964 ഡിസംബർ 22 ആൻഡമാൻ നിക്കോബർ ഐലൻഡിലുണ്ടായ ഒരു സൈക്ലോൺ പിന്നീട് ഇന്ത്യൻ ഓഷ്യനെ ലക്ഷ്യമാക്കി വരികയുണ്ടായി. അത് 2000-ഓളം വരുന്ന ജനങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും ആ ഗ്രാമത്തെയും ഇല്ലാതാക്കുകയും ചെയ്തു. പിന്നീട് ആ ടൗൺ ഒരു ഗോസ്റ്റ് ടൗണായി മദ്രാസ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. വെൽക്കം ടു ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടി. ഹലോ എവരി വൺ, മൈസെൽഫ് റാഫേൽ ജോയ് ആൻഡ് ഞാൻ ഇന്ന് ട്രാവൽ ചെയ്തത് പെരുമ്പാവൂർ ടു ധനുഷ്കോടിയാണ്. സോ വി ആർ ട്രാവലിംഗ് ത്രൂ പൂപ്പാറ, തേനി, മധുരൈ, രാമേശ്വരം, ധനുഷ്കോടി റൂട്ട്. ആൻഡ് ഞാൻ ഗോപ്രോ ഷോട്ട്സ് എല്ലാം ഷൂട്ട് ചെയ്തത് കേരള ബോർഡർ കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ആസ് വി ഓൾ നോ, ഗോപ്രോ കേരളത്തിൽ വാങ്ങിക്കാം, ബട്ട് ഹെൽമെറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. സോ വിയർഡ്, റൈറ്റ്? ആൻഡ് നന്ദി അജയ് അവറുകൾ ഫോർ ലെൻഡിങ് മീ ദിസ് ഗോപ്രോ. തേനി ടൗൺ. ഇതെന്നോട് ഫ്രണ്ട് മുത്തു. അത് മുത്തുണ്ണൻ. ആള് തേനിയിൽ നിന്ന് പൂപ്പാറയ്ക്ക് പോകാറുണ്ട്. ഞാൻ പൂപ്പാറ തേനിക്ക് വന്നു. നമുക്ക് ശേഷം 17 എയർപിൻ ഇറങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 40-50 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടുന്ന് തേനിക്ക്. സോ ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടുന്ന്. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് റോഡ് ട്രിപ്പാണ്. ലാസ്റ്റ് ഞാൻ പോയത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ, കേരളമായിരുന്നു. അതിലും തികച്ചും ഭയങ്കര വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പാണ് തമിഴ്നാട്ടിലോ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 2 hours ഐ എം ഡ്രൈവിങ്. സോ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ബൈക്കിൻ്റെയും എൻ്റെയും പിക്സൊക്കെ എടുത്ത് അത്യാവശ്യം കോളൊക്കെ ചെയ്ത് വീണ്ടും സ്റ്റാർട്ടഡ്. ഇനി നമ്മുടെ ലക്ഷ്യം മധുരയാണ്. ഉച്ചയ്ക്ക് മുന്നേ മധുരയ്ക്ക് എത്തണം. ഓൾമോസ്റ്റ് ഒരു 2 hour ഡ്രൈവ് ഉണ്ട് മധുരയ്ക്ക്. ആൻഡ് ആ പോകുന്ന വഴിയിൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. ഓ, നാരങ്ങ വെള്ളമൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്നത് അപ്പോഴാണ്. എന്ത് ടേസ്റ്റാണ്. 2ാമത് വാങ്ങിച്ച് കഴിച്ചു. സോ ഗുഡ്. ഇന്നെൻ്റെ പ്ലാൻ ഉച്ചയ്ക്ക് മുന്നേ മധുരയ്ക്ക് എത്തണമെന്നാണ്. കാരണം ഞാൻ അവിടെ ഒന്നുകൂടെ ഫുഡ് സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നേരെ രാമനാഥപുരം. ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. രാമായണത്തിൽ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ വെച്ചപ്പോൾ രാമൻ അങ്ങോട്ട് പോകുവാൻ വേണ്ടി പണിത ഒരു പാലമാണ് രാമസേതു ബ്രിഡ്ജ് ഓർ ആദംസ് ബ്രിഡ്ജ് എന്ന് പറയപ്പെടുന്നു. അത് ധനുഷ്കോടിയുടെ മാപ്പ് സൂം ചെയ്ത് നോക്കിയാൽ ഒരു ചെറിയ ലാൻഡ് ബോർഡർ ഇന്ത്യയും ശ്രീലങ്കയും കണക്ട് ചെയ്തതുമായി കാണാം. അപ്പോൾ 5:30 AM ആയി. ഇന്ന് ഇവിടെ നിന്ന് നേരെ ധനുഷ്കോടി എത്താൻ പ്ലാൻ. ഓൾമോസ്റ്റ് 80 kilometers ഉണ്ട്. ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. മധുര ധനുഷ്കോടി റൂട്ടിലെ മറ്റൊരു ആർക്കിടെക്ചറൽ വണ്ടറാണ് പാമ്പൻ ബ്രിഡ്ജ്. ഏകദേശം 2.5 kilometer ലെങ്ത്താണ് ഈ ബ്രിഡ്ജിൻ്റെ. ആൻഡ് ആസ് എ മലയാളി വി ക്യാൻ പ്രൗഡ് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വാസ് ഡൺ ബൈ അവർ മെട്രോ മാൻ ശ്രീധരൻ സർ. സൈക്ലോൺ ഉണ്ടായ സമയത്ത് ഇതിലൂടെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. ഏകദേശം 115 പാസഞ്ചേഴ്സാണ് ആ ട്രെയിൻ ഉണ്ടായത്. സൈക്ലോൺ കാരണം ആ ട്രെയിൻ പൂർണ്ണമായും കടലിലേക്ക് പതിക്കുകയും അതിലുണ്ടായ എല്ലാവരും തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും പ്രശസ്തമാക്കിയ നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. ഇതാണ് ഫേമസ് രാമേശ്വരം ടെമ്പിൾ. ഈ ടെമ്പിൾ ഒരു മസ്റ്റ് വാച്ചാട്ടോ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷ്. ഞാൻ അതുകൊണ്ട് ആക്ച്വലി ഇവിടെ ഇറങ്ങുന്നില്ല, ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ലേറ്റായി. ഇത് ടെമ്പിളിൻ്റെ അതർ സൈഡാണ്. ഇപ്പുറത്തേക്ക് സീ ഫേസിങ് സൈഡാണ്.
ഭയങ്കര തിരക്കുണ്ട്, ഭയങ്കര തിരക്കാണ്. സൺഡേ ആയതിൻ്റെ കൊണ്ടാണ് തോന്നുന്നു. ഇവിടെ തൊട്ടാണ് ധനുഷ്കോടി ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് ആ ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ചെയ്തത്. ഇവിടേക്കുള്ള എൻട്രി മോർണിംഗ് 6 തൊട്ട് ഈവനിങ് 6 വരെ മാത്രമാണ് ഉള്ളത്. ധനുഷ്കോടി, ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം എൻഡ് ഓഫ് ലാസ്റ്റ് ബോ എന്നാണ്. അതായത് രാമൻ സീതയെ രക്ഷിച്ചു വന്നു കഴിഞ്ഞ ശേഷം രാമസേതു ബ്രിഡ്ജ് തകർക്കുന്നതിനു വേണ്ടി രാമൻ ഉതിർത്ത ആ അമ്പ് പോയി കുത്തിയ സ്ഥലത്തെയാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വിസിബിൾ ആണെന്ന് പറയാം. നീല കളറ്, നീല ലക്ഷദ്വീപൊക്കെ പോലെ, ലക്ഷദ്വീപിൻ്റെ വീഡിയോസിൽ കാണുന്ന പോലെ നല്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രാക്ക് ഇതൊരു അമ്പലമാണ്, ഇത് മന്ദിരമാണ്. ശിവന്റെ കാലിൻ്റെ ട്രാക്ക് ഉണ്ട് കേട്ടോ, ട്രാക്ക് ഉണ്ട്. அதில் மிஞ்சி போனது அந்த பழைய சர்ச்சு. பின்னாடி போய் பார்த்தீங்கன்னா பின்னாடி ஓல்டு போஸ்ட் ஆஃபீஸ், அந்த இமிக்ரேஷன் ஆஃபீஸ் எல்லாம் இருக்கும். சைக்ளோன் எந்த இயரில் வந்துச்சு? இது சைக்ளோனில் இது 1964 வந்துட்டு சுனாமி, சைக்ளோன். அதுக்கு 1964 வந்து 1964 സൈക്ലോൺ ഉണ്ടായി. ഇത് ആക്ച്വലി ഫുള്ളൊരു ഗ്രാമമാണ്. ആ കടയിലെ ചേട്ടൻ പറഞ്ഞ ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഇത് പഴയ പോസ്റ്റ് ഓഫീസാണ്. ഇതെല്ലാം ഇവിടെയൊക്കെ വീടുകളാണ്. ഇപ്പോൾ 60 വർഷമായി ഈ സൈക്ലോൺ വന്നിട്ട്. 300+ ഫാമിലീസ് ഉണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. പിന്നെ 8ാം ക്ലാസ് വരെയും പഠിത്തം കൊണ്ടുവന്നു. കറണ്ടില്ല, കറണ്ടുണ്ട്, സോളാറാണ്. എൻ്റെ പിന്നെ ഇത് കാണുന്നതാണ് ചർച്ച്. ഇതാണ് ആ ചർച്ച്. സൈക്ലോണിൽ പോയതാണ്. പിന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ. ഇവർ ആക്ച്വലി ഡേയിൽ ഷോപ്പ് നടത്തും, രാത്രി ഫിഷിങ്ങിന് പോകും. അങ്ങനെയാണ്. ാണ് ഇവിടെ ടൂറിസ്റ്റ് സ്റ്റേഷൻ എൻട്രി ഉള്ളത്. ഇത് ഇവിടുത്തെ ചെറിയ കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇതുപോലെ കുറേ കടച്ചിടക്കുന്നു കേട്ടോ. ഇത്രയും ഫിഷ് ഉണ്ട്. ഇത് ഞണ്ട് മാത്രം മനസ്സിലായി, വേറെ ഒന്നും മനസ്സിലായില്ല. ഇതൊന്ന് കൂടും. ഇത് കൂടും. സൂപ്പർ മീൻ. ഫ്രഷ് മീൻ എന്ന് പറഞ്ഞ ഫ്രഷ് മീൻ. ഇതാണ് കട. കേരള. അതെ, നമ്മുടെ മീൻ വന്നു. എൻ്റെ മുതൽ എന്തൊരു എൻ്റെ എത്ര കൊണ്ട് കവിടെ. ഈശോ, എൻ്റെ ഒറ്റയ്ക്ക് കഴിച്ചെടുക്കണം. ഫ്രഷ് മീനോ, നല്ല ഫ്രഷ് മീനാണ്. യെസ് അതെ നല്ലായിരുന്നു. സാപ്പാട് ഇപ്പോൾ വേണം. ഞാൻ 9 മണിക്ക് സാപ്പാടാങ്കിന്ന് രാമേശ്വരൊക്കെ കഴിച്ചാച്ച് ട്രൈ പണിതൊക്കെ. ഓക്കെ, ഇതാണ് യെസ് എന്തായാലും കണ്ടിപ്പാ. ഇതാണ് ഹോട്ടല്, ശ്രീ ഹോട്ടൽ സത്യരാജ്. ഓക്കെ. ഇത് ആക്ച്വലി ലൈറ്റ് ഹൗസിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്കാണ്. അപ്പോൾ ആരെങ്കിലും ധനുഷ്കോടി വന്നെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷ് ഫിഷാണ്. പിന്നെ അതുപോലെ റൊണാൾഡോ, ഇഫ് യു സീ ഇൻ ദിസ് വ്ലോഗ്, റൊണാൾഡോക്കും ട്രൈ ചെയ്യാം. ദിസ് ഈസ് സോ ഗുഡ്. ഓക്കെ ദാദാ,
சரி போட்டா சார். ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ഏകദേശം 5 നിലയോളം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ അടിപൊളി അടിപൊളി. ഇതാണ് ധനുഷ്കോടി ടൗൺ. ഇവിടെയാണ് നമ്മുടെ താത്തയുടെ കട. ഓക്കെ, അടിപൊളി അടിപൊളി. ഇത് ബേ ഓഫ് ബംഗാളാണ്. ബേ ഓഫ് ബംഗാൾ ഈ സൈഡിലും. ഇപ്പം അങ്ങടാണ് ടിപ്പ് പോയിന്റ്. ടിപ്പ്, ഇന്ത്യയുടെ ടിപ്പ് അതാണ്. ശ്രദ്ധിച്ചറിയാം. റൈറ്റ് സൈഡിൽ അറേബ്യൻ സീ, ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളാണ്. ഇതിൻ്റെ പ്രത്യേകത, ഒരു കടൽ ഭയങ്കര റഫായിരിക്കും, മറ്റേ കടൽ ഭയങ്കര ശാന്തമായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ധനുഷ്കോടി വരുമ്പോൾ. ധനുഷ്കോടിയുടെ കാഴ്ചകളെ പോലെ തന്നെ സുന്ദരമാണ് ധനുഷ്കോടിയുടെ ഈ റോഡ്. ഒന്ന് നോക്കിയാൽ അറിയാം, കിലോമീറ്റേഴ്സ്, ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്ററിൽ ഇതുപോലെ സ്ട്രെയിറ്റ് റോഡാണ്. സ്ട്രെയിറ്റ് റോഡ്. റൈഡേഴ്സ് ഡ്രീം റോഡ് എന്നാണ് ധനുഷ്കോടിയിലേക്കുള്ള റൂട്ട് അറിയപ്പെടുന്നത്. അതിന് കാരണം ഓഫ്കോഴ്സ് ഈ റോഡ് തന്നെയാണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം എത്ര സ്ട്രെയിറ്റ് ആണ് ഈ റോഡെന്ന്. ഇത് ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ, ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ. ഇതാണ് അരിച്ചൽ മുനൈ, ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് ടിപ്പ് എന്ന് തന്നെ പറയാം. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ധനുഷ്കോടി റൈഡ് ഒരു വ്ലോഗ് ആക്കാമെന്ന് ശരിക്കും ഉള്ളിൽ വിചാരിച്ചത്. ഈ വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ശബ്ദം റെക്കോർഡ് ആവുന്നുണ്ടായിട്ടായിരുന്നു. ഇതിൽ കാണാം റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ, ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ ആൻഡ് സ്ട്രെയിറ്റ് ശ്രീലങ്ക. ആൻഡ് ധനുഷ്കോടി വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ഒരു 2 day 3 day ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാനായിരിക്കും. അപ്പോൾ മധുരയും വരാം. മധുരൈ ടച്ച് ചെയ്താണ് ഓബിയസ്ലി വരുന്നത്. മധുരൈ ഒരുപാട് നല്ല അടിപൊളി ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. ഫേമസ് ജിഗർദണ്ഡ, പിന്നെ അലഗാർ മെസ്, അങ്ങനെ കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. വൺ പൊറോട്ട, ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് രാമേശ്വരം അമ്പലവും കണ്ട് നേരെ ധനുഷ്കോടി വന്ന് ഇന്ത്യയുടെ സദേൺ ടിപ്പ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് ഓൾമോസ്റ്റ് 30 കിലോമീറ്റേഴ്സ് ഉള്ളൂ ശ്രീലങ്ക ആൻഡ് 18 കിലോമീറ്റേഴ്സ് ബോർഡറാണ്. എപ്പോഴും വരാൻ പറ്റിയ സമയം ഒബിയസ്ലി ഈ സമയം നല്ലതാണ്, ഐ മീൻ ഈ സീസൺ. ആൻഡ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഒരു 9 മണിക്ക് 8 മണിക്കുള്ളിൽ ഇവിടെ എത്താൻ മാത്രം പ്ലാൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് അങ്ങേ അറ്റത്തേക്ക് വരെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വണ്ടി കകത്ത് കയറ്റണമെങ്കിൽ ചിലപ്പോൾ 10 മണി ക്ലോസ് ചെയ്യും. ആൻഡ് ഈ ലൈറ്റ് ഹൗസ് ഓൾസോ 10 മണിക്കാണ് തുടങ്ങുള്ളൂ. ഇത് റീസെൻ്റ്ലി പണിതാണ് കേട്ടോ, 2022 പണിതാണ്. ആൻഡ് ഇറ്റ്സ് വൂത്ത്. അതിൻ്റെ അകത്ത് എന്തായാലും കയറാം. നല്ല വ്യൂ ആണ്. രാമേശ്വരത്തേക്കുള്ള ധനുഷ്കോടിക്കുള്ള നല്ല വ്യൂ കിട്ടും. ഇഫ് യു ഫീലിംഗ് സ്ട്രെസ്ഡ്, ഡിപ്രസ്ഡ് ഓർ ഫക്ഡ് അപ്പ്, ഓക്കെ, ജസ്റ്റ് പാക്ക് യുവർ ബാഗ്സ്, ടേക്ക് യു മോട്ടോർ സൈക്കിൾ, നേരെ ഇറങ്ങുക. പഞ്ചായത്ത് റോഡ് ടു സ്റ്റേറ്റ് റോഡ് ടു നാഷണൽ ഹൈവേ, ജസ്റ്റ് ഗോ വേർ ദ റോഡ് ടേക്സ് യു. ആൻഡ് ഇഫ് ഇറ്റ് ധനുഷ്കോടി then is a 10/10. ആൻഡ് വൺ മോർ തിങ്, എപ്പോഴെങ്കിലും ലൈഫിലൊന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നോക്കണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാം, ഒരുപാട് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാം, ഒരുപാട് പുതിയ സ്ഥലങ്ങൾ കണ്ടുപോകാം. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഹോപ്പ് എവരി വൺ എൻജോയ്ഡ് മൈ ധനുഷ്കോടി വ്ളോഗ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് ആദ്യമായാണ്. ഒരുപാട് വ്ളോഗ്സ് കാണാറുണ്ട്, ട്രാവലിംഗ് വ്ളോഗ്സ് കാണാറുണ്ട്. സന്തോഷ് ജോർജ് സാർ, സുജിത് ചേട്ടൻ, ഇവരൊക്കെയാണ് ട്രാവലിങ്ങിൻ്റെ ഒരു ലോകം നമ്മളെ കാണിച്ചത്. എൻ്റെയൊക്കെ ബസ്സിൽ അവരാണ് ട്രാവൽ ചെയ്യണമെന്നുള്ളൊരു തോട്ട് ഉള്ളിൽ തന്നെ തോന്നിപ്പിച്ചത്. പിന്നെ അവരിടുന്ന എഫേർട്ട് ഭയങ്കര വലുതാണ്. അത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു പാതി പോലും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ മനസ്സിലായി കുറേ എത്രമാത്രം എഫേർട്ടിനകത്ത് ഇടണം. അവരവരുടെ വീട് വിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ആ വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അതിൽ വേണ്ട കോണ്ടൻറ്റ്സ് ആഡ് ചെയ്ത് ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ
അവർ ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ട് ആൻഡ് സോ അപ്രിഷിയേറ്റബിൾ. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട് വ്ളോഗ് ചെയ്യുന്നത് പോലെ, എലിസബത്ത്, ചിക്കു ചേച്ചി ആൻഡ് ഗ്ലോറി ചേച്ചി. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ക്യാമറ വെച്ച് ഇങ്ങനെ വ്ളോഗ് എടുക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ ഷൈ ആയിരുന്നു, ബട്ട് എൻ്റെ ഒരു പാഷനായിരുന്നു വ്ളോഗിങ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഓഫ് സംവൺ വി ബിക്കം സംതിങ്, റൈറ്റ്? ഈ യാത്രയുണ്ടായ എക്സ്പീരിയൻസും ഞാൻ കണ്ട കാഴ്ചകളും ഒരു പരിധിവരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു എൻജോയ്ഡ് മൈ വീഡിയോ, എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് മൈ വീഡിയോ, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.